ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഇന്ന് നിയമസഭയിലേക്ക് എത്തി. സ്വന്തം വാഹനം ഒഴിവാക്കി സുഹൃത്തിന്റെ കാറിലാണ് സഭയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് കിട്ടിയ കുറിപ്പിന് മറുപടി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. നിയമസഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പോയത് എംഎൽഎ ഹോസ്റ്റലിലേക്കാണ്. ഇന്ന് അല്പസമയത്തിനകം മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അമൽ തേനമ്പറമ്പിലും പ്രശാന്ത് കൃഷ്ണയും നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമലിലേക്കാണ് ആദ്യം. അമൽ, എംഎൽഎ ഹോസ്റ്റലിലാണോ ഇപ്പോൾ രാഹുൽ ഉള്ളത്? മാധ്യമങ്ങളോട് സംസാരിക്കുമോ രാഹുൽ? ആര്യ, നിയമസഭയിൽ നിന്നും നടപടികൾ പൂർത്തിയാകും മുൻപ് തന്നെ രാഹുൽ ഇറങ്ങിയിരുന്നു. സഭാ നടപടികൾ പൂർത്തിയായാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഭരണപക്ഷ നിരയിൽ നിന്നും ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് നേരത്തെ ഇറങ്ങിയത്. രാഹുൽ ഇറങ്ങി നിയമസഭയുടെ പ്രധാന കവാടം വഴിയാണ് പുറത്തേക്ക് പോയത്. അടൂരിലേക്കാണ് യാത്ര എന്ന് ആദ്യം പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടുന്ന് മടങ്ങുകയാണ്, ചോദിച്ചപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ് എന്ന് സഭയ്ക്ക് അകത്ത് വെച്ച് രാഹുൽ പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിലേക്കാണോ മടക്കം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയില്ല. ഇവിടെ നിന്ന് മടങ്ങുന്നു എന്ന് പറഞ്ഞാണ് അവിടെ നിന്നും ഇറങ്ങിയത്. എന്തായാലും അതിനുശേഷം പോയത് തൊട്ടപ്പുറമുള്ള എംഎൽഎ ഹോസ്റ്റലിലേക്കാണ്. പ്രധാന റോഡ് വഴി ഈ പുറത്തുകൂടിയുള്ള സഭയ്ക്ക് അകത്തുകൂടി ഒരു വഴിയുണ്ട് എംഎൽഎ ഹോസ്റ്റലിലേക്ക് കയറാൻ. പക്ഷേ ആ വഴിയല്ല പോയത്. ഇതിലെ റോഡ് ചുറ്റി സ്റ്റേഡിയത്തിൻ്റെ ഭാഗം ചുറ്റിയാണ് നിയമസഭയിലേക്ക് പോയത്, എംഎൽഎ ഹോസ്റ്റലിലേക്ക് പോയത്. നിലവിൽ എംഎൽഎ ഹോസ്റ്റലിലാണ് രാഹുൽ ഉള്ളത്. രാഹുൽ ഇതുവഴി മടങ്ങിയെത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നിയമസഭയുടെ പ്രധാന കവാടത്തിൽ മാധ്യമങ്ങളെ കാണാം എന്നുള്ള തരത്തിൽ ചില സൂചനകളും അവിടെ നിന്നും വരുന്നുണ്ട്. പുറത്ത് മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സഭയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാത്ത ഒരാൾ സഭയിലേക്ക് എത്തുകയാണ്. ഈ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല രാഹുൽ എന്ന് പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞ ഒരാൾ സഭയിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ കേന്ദ്രങ്ങളിൽ സംസാരിക്കുമ്പോൾ രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ ഇന്ന് രാവിലെ പോലും ഒരു 9 മണിക്ക് പോലും വ്യക്തതയില്ലായിരുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ എത്തുമെന്നുള്ള വിവരം ഉറപ്പിച്ചു പറയാൻ കഴിയുന്നുമുണ്ടായിരുന്നു. അങ്ങനെ രാഹുൽ സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്നും ഉയരുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ, അതിനുശേഷം പിന്നീട് പാലക്കാട് ശനിയാഴ്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ പോകുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം രാഹുൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ആളുകളുടെ മൊഴിയെടുപ്പടക്കം നടന്ന സാഹചര്യത്തിലൊന്നും രാഹുൽ പ്രതികരിച്ചിരുന്നില്ല. ഈ ആദ്യത്തെ 2 ദിവസത്തെ പ്രതികരണത്തിനപ്പുറത്തേക്ക് പിന്നീട് രാഹുൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാൻ തയ്യാറായിരുന്നില്ല. ആ വിഷയങ്ങളിലെല്ലാം ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേമം ഷജീർ, സുധീർ ഷാ പാലോട് നിലവിലെ അധ്യക്ഷനും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമാണ്, ജില്ലാ അധ്യക്ഷനുമാണ്. അവർ രണ്ടുപേരും കൂടെയുണ്ട്. ഫെനി നയനും റിനോ അടക്കമുള്ള പത്തനംതിട്ടയിലെ ഏറ്റവും വിശ്വസ്തരായ നേതാക്കൾ രാഹുലിൻ്റെ കൂടെ വാഹനത്തിലുണ്ട്. അധികം വൈകാതെ തന്നെ രാഹുലിൻ്റെ ഒരു വരവ് നമ്മൾ ഈ കവാടത്തിൽ പ്രതീക്ഷിക്കുന്നു. ഒരു പ്രതികരണവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താകും രാഹുലിന് പറയാനുള്ളത്? രാഹുലിന് പറയാനുള്ളത് എന്തായിരിക്കും രാഹുൽ പറയുക എന്നുള്ളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കേരളവും, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളും.